Hello everyone, welcome to Disha YouTube channel. അപ്പോൾ MTSന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ. MTSന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. ജൂലൈ 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയ്ക്ക് ശേഷം പോയി അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. കാരണം സൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ റഷൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പോയി അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഈ MTSന്റെ വീഡിയോസിലേക്ക് താഴെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് MTSന് അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ MTSന് അപ്ലൈ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ MTS അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ MTS അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ssc.government.in എന്ന് പറയുന്ന പുതിയ സൈറ്റാണ് ഇപ്പോൾ SSCക്ക് ഉള്ളത്. അപ്പോൾ ആ സൈറ്റിൽ പോയി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകണം. നിങ്ങളുടെ പഴയ സൈറ്റല്ല, ഇപ്പോൾ പുതിയ സൈറ്റാണ്. അപ്പോൾ അതിൽ പോയി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകണം. നിങ്ങളുടെ ഡീറ്റെയിൽസും നെയിമും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വരും. ഇഫ് നിങ്ങൾക്ക് ആ പാസ്വേഡ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് മെട്രിക്കുലേഷൻ ലെവലാണ് എക്സാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ SSLC അല്ലെങ്കിൽ ഇക്വലന്റ് ടു SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കാണണം. റോൾ നമ്പർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതിയിരിക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്രോമിൽ പോയിട്ട് നിങ്ങൾ ssc.government.in എന്ന് ലോഗിൻ ചെയ്യുക. ഓക്കെ, ssc.government.in ലോഗിൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ സൈറ്റിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ്ച ടൈപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അവർ തന്നിരിക്കുന്ന ക്യാപ്ച അതുപോലെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാപ്ച ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഉള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ലൈവ് എക്സാമിനേഷൻസ് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവൽദാർ CBIC ആൻഡ് CBL എക്സാമിനേഷൻ 2024 എന്ന് പറയുന്ന ഒരു ലൈവ് എക്സാമിനേഷൻ കോളം കാണാം. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും. ലാസ്റ്റ് ഡേറ്റ് 31/7/2024 ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷനോ ഓൺലൈൻ പേയ്മെൻറ്റിൽ എന്തെങ്കിലും കറക്ഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ടൈമും ഉണ്ട്. ഓഗസ്റ്റ് 16 മുതൽ 17 വരെയാണ് അതിനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് തൊട്ട് താഴെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ആ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ തുറക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ആപ്ലിക്കേഷൻ എടുത്തത് കൊണ്ട് എനിക്ക് മൈ ആപ്ലിക്കേഷനിൽ ഇഫ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്ന് നിങ്ങൾക്ക് അത് ബാക്ക് പോയേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നേന്ന് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൈ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇവിടെ ഒരു ആപ്ലിക്കേഷനിൽ ആ MTS മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് എക്സാമിനേഷൻ്റെ ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്നത് എന്തായിരിക്കും, പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും കാണുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള സ്പേസ് ആയിരിക്കും കാണുന്നത്.
ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫില്ല് ചെയ്യാനൊന്നും കാണില്ല, നിങ്ങൾക്ക് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ കാൻഡിഡേറ്റ് നെയിം നിങ്ങൾ നോക്കുക, വെരിഫൈഡ് ആണോ കറക്റ്റ് ആണോ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നെയിം ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ജെൻഡർ, കാറ്റഗറി. അതുപോലെ നിങ്ങൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ ഇവിടെ എസ് കാണിക്കും, ഇല്ലാത്തവരാണെങ്കിൽ നോ കാണിക്കും. അതുപോലെ ഇഫ് എന്തെങ്കിലും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ നാഷണാലിറ്റി നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കൊള്ളുക. നാഷണാലിറ്റി നിങ്ങൾ ഇന്ത്യ സിറ്റിസൺ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർ സിറ്റിസണിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ്, മെട്രിക്കുലേഷൻ, നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. നിങ്ങളുടെ മെട്രിക്കുലേഷൻ ഇയർ, അതുപോലെ മെട്രിക്കുലേഷൻ്റെ റോൾ നമ്പർ, അതുപോലെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്. ഇഫ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഇപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ കറസ്പോണ്ടൻസ് അഡ്രസ്സിൽ നിങ്ങൾ ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന അഡ്രസ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും, അത് കറക്റ്റ് ആണോ നിങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾ തൊട്ട് താഴെ നോക്കണം, നിങ്ങളുടെ സ്റ്റേറ്റ് കേരള ആണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആണോ തമിഴ്നാടാണോ എന്ന് കൊടുക്കാനുള്ളതുണ്ട്. കറസ്പോണ്ടൻസ് അഡ്രസ്സിൻ്റെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റൊക്കെയാണ് തൊട്ട് താഴെയുള്ള ഓപ്ഷൻസിൽ കൊടുക്കേണ്ടത്. അതിന് മുന്നേയും സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും പിൻകോഡ് ചോദിക്കുന്നുണ്ട്. അത് പെർമനൻറ്റ് അഡ്രസ്സിൻ്റെയാണ് ചോദിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ചോദിക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആണോ നോക്കിക്കോളൂ. ഓക്കെ, അത് കഴിഞ്ഞ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ കോർണറിൽ നെക്സ്റ്റ് ഓപ്ഷൻ കാണാം. നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം സേവ്ഡ് ആണെന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്ത നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ കുഞ്ഞ് ആരോയിൽ നിങ്ങൾക്ക് എല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷൻ വയ്ക്കുക, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വയ്ക്കുക. ഇവിടെ മെട്രിക്കുലേഷൻ ഉണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD തുടങ്ങിയ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാളിഫയിങ് എന്ന് പറയുമ്പോൾ ഈ എക്സാമിനേഷൻ ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ ഇക്വലന്റ് ടു 10th സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ EQ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ പാസ്ഡ് ആണോ അതോ ഇപ്പോൾ അപ്പിയറിംഗ് ആണോ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. അതുപോലെ പാസിംഗ് ഇയർ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് പാസിംഗ് ഇയർ ഏതാണ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഏത് സ്റ്റേറ്റ് ബോർഡിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള കൊടുക്കാം, തമിഴ്നാടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, കർണാടക ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ബോർഡിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, SSLC ഏത് ബോർഡിലാണ്, അല്ലെങ്കിൽ ഇക്വലന്റ് ടു SSLC നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റോൾ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടിയത്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ബോർഡിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ ഫുൾ A+ ആണെങ്കിൽ 100% അല്ലെങ്കിൽ 90% എബോവ് കൊടുക്കാം. അതുപോലെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് അത് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം CGPA എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതല്ല. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഏറ്റവും കോർണറിൽ സേവ് ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതും സേവ്ഡ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കുന്നത് അഡീഷണൽ ഡീറ്റെയിൽസ് ആയിരിക്കും. നിങ്ങൾ എക്സ് സർവീസ് മാൻ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആംഡ് ഫോഴ്സിൽ സെർവ് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് യെസ് ക്ലിക്ക് ചെയ്യാം, നോ ആണെങ്കിൽ നിങ്ങൾക്ക് നോ ക്ലിക്ക് ചെയ്യാം. യെസ് ആണെങ്കിൽ ഇതിന് താഴെ കുറേ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നാണ് ജോയിൻ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ചാർജ് ചെയ്തത് എന്നാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്.
ചോദിക്കുന്നുണ്ട്. ഇഫ് നോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് ഒന്നും ഓപ്പൺ ആവുന്നതല്ല. അതിനുശേഷം വെദർ സീക്കിംഗ് ഏജ് റിലാക്സേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് അറിയാം, ആ നോട്ടിഫിക്കേഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഉള്ളവരാണോ അല്ലയോ എന്നുള്ളത്. OBC SC ST കാറ്റഗറീസിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ യെസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് തൊട്ട് താഴെ ഡു യു വാണ്ട് ടു മേക്ക് എ പേഴ്സണൽ എസ് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കാണിക്കും? ഏജ് റിലാക്സേഷൻ കോഡൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എസ് അല്ല നോ ആണെങ്കിൽ നിങ്ങൾ നോ ക്ലിക്ക് ചെയ്താൽ അതൊന്നും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതല്ല. അതുപോലെ നിങ്ങൾക്ക് അടുത്ത് ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ ആക്സസിങ് ജോബ് ഓപ്പർച്യൂണിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ അവിടെ എന്ത് ക്ലിക്ക് ചെയ്യുക? എസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഓപ്ഷൻസ് എല്ലാം സേവ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഫില്ല് ചെയ്തതെല്ലാം സേവ്ഡ് ആണെന്നുള്ള മെസ്സേജ് വരും. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻഫർമേഷൻ സെക്കൻഡ് ആയിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ എക്സാം സെൻറ്റേഴ്സിൻ്റെ പ്രിഫറൻസസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പ്രിഫറൻസ് 1 ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി പ്ലേസസ് വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ അടുത്തായിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കുക, കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് ഉത്തരം ഞാൻ തരാം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ ലക്ഷദ്വീപിൽ, ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപിലാണ് എനിക്ക് പോസ്റ്റ് വേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോയി എക്സാം എഴുതണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ലക്ഷദ്വീപിലാണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കാനുള്ള, ആ പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇനി താഴെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയാണോ അതിനടുത്തായിട്ട് നിങ്ങൾക്ക് സെൻറ്റർ എവിടെയാണോ പ്രിഫറൻസ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഓക്കെ അവിടെയുള്ള പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ എക്സാമിന് ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് പ്രിഫറൻസ് ആണ് വേണ്ടതെന്നുള്ളത് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസ് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രമാണ് വേണ്ടെങ്കിൽ ട്രിവാൻഡ്രം, കണ്ണൂരാണെങ്കിൽ കണ്ണൂർ. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എറണാകുളം, ബംഗളൂരു, കൊല്ലം, കോട്ടയം എല്ലാം ഉണ്ട്, കോഴിക്കോട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വയ്ക്കാൻ താല്പര്യം അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പ്രിഫറൻസ് 2 ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് പ്രിഫറൻസ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയി എഴുതാനാണ് ഓക്കെ അതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം തേർഡ് പ്രിഫറൻസ് ചോദിക്കുന്നുണ്ട്. തേർഡ് പ്രിഫറൻസിൽ നിങ്ങൾക്ക് ഈ 2 പ്രിഫറൻസും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി എവിടെയാണ് എക്സാം എഴുതാൻ ഓക്കെ എന്നുള്ളത് കൊടുക്കും. ചില സമയത്ത് സ്ലോട്ട് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല ഫസ്റ്റ് പ്രിഫറൻസിൽ, അപ്പോൾ സെക്കൻഡ് പ്രിഫറൻസിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെയും സ്ലോട്ട് അവൈലബിൾ അല്ലെങ്കിൽ തേർഡ് പ്രിഫറൻസിലായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആ പ്രിഫറൻസ് ഓക്കെ അതായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങളോട് മീഡിയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഹിന്ദി, ഇംഗ്ലീഷ്, ആസാമി തുടങ്ങിയ മീഡിയംസ് ഉണ്ട്, മലയാളം ഉണ്ട്, മണിപ്പൂരി, മറാത്തി തുടങ്ങിയ തമിഴ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏത് മീഡിയമാണോ ഓക്കെ ആ മീഡിയം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് ഓക്കെ എങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി കൊടുക്കാം, മലയാളം ആണെങ്കിൽ മലയാളം കൊടുക്കാം. ഏത് മീഡിയത്തിലാണോ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്, അതായത് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ മോണിറ്ററിൽ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് എക്സാം നടത്തേണ്ടത് ആ പ്രിഫറൻസ് ആണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വെരിഫൈ മീഡിയം ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ കൊടുത്ത അതേ മീഡിയം തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് ഒന്ന് അഷ്വറാക്കി കൊടുക്കാനാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ആർ യു എ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഫില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ആർ യു എ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി 40% മോർ ഇൻ കാറ്റഗറി ബോത്ത് ആംസ് അഫക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇഫ് നിങ്ങൾക്ക് ആംസ് ഒക്കെ അഫക്റ്റഡ് ആണെങ്കിൽ അവിടെ നേരത്തെ നിങ്ങൾ ഡിസബിലിറ്റി കൊടുക്കുമ്പോൾ തന്നെ ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇഫ് ഡിസബിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഓപ്പൺ ആയി വരുന്നതല്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ട് എന്ന് യെസ് കൊടുക്കുകയാണെങ്കിൽ താഴത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. സ്ക്രൈബ് നീഡഡ് ആണോ അല്ലയോ എന്നുള്ളത്. സ്ക്രൈബ് നീഡഡ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നോ ആണെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ആവില്ല. യെസ് ആണെങ്കിൽ താഴത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവും. ഇഫ് നിങ്ങൾക്ക് സ്ക്രൈബ് നീഡഡ് ആണെങ്കിൽ സ്ക്രൈബ് നീഡഡ് ആണെന്ന് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. വിൽ യു മേക്ക് യുവർ ഓൺ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്ക്രൈബ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഇപ്പോൾ എസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ചോദിക്കില്ല. നോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൈബ് അറേഞ്ച് ചെയ്ത് തരണം,
സ്ക്രൈബ് അറേഞ്ച് ചെയ്ത് തരണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏത് മീഡിയത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇംഗ്ലീഷ് വേണോ ഹിന്ദി വേണോ എന്നുള്ളത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇഫ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? നോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കി ഓപ്ഷൻസ് ഒന്നും തന്നെ ഓപ്പൺ ആയി വരുന്നതല്ല. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനിയാണ് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ആയി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് പോസ്റ്റിംഗ് വേണ്ടത് എവിടെയാണെന്നുള്ള പ്രിഫറൻസ് വെക്കാനുള്ള ഓപ്ഷനാണ്. ഏകദേശം 11 to 72 എന്ന് പറഞ്ഞ കോഡിലാണ് നിങ്ങൾക്ക് ഇത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഇവിടെ ഉണ്ട് നോക്കുകയാണെങ്കിൽ MTS കേരള, MTS കേരളയുണ്ട്, MTS കർണാടകയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത്? എനിക്കിപ്പോൾ MTS കേരളയാണ് ആദ്യം വേണ്ടത്. കേരളത്തിലാണ് എനിക്ക് ആദ്യം പോസ്റ്റിംഗ് വേണ്ടതെങ്കിൽ MTS കേരളയുടെ കോഡായിട്ടുള്ള 68 ആയിരിക്കണം. ഇവിടെ സ്ക്വയർ ബോക്സസിൽ കുറേ സ്ക്വയർ ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്ക്വയർ ബോക്സിൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആണ് വയ്ക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് MTS കേരളയാണ്, 68 ആണ് കോഡെങ്കിൽ നമുക്കിവിടെ 68 എന്ന് കൊടുക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് എനിക്കിപ്പോൾ MTS തമിഴ്നാടും പുതുച്ചേരിയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ കൊണ്ടുവന്ന് ആ കോഡ് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത്രയും പ്ലേസസ്, ഇത്രയും പോസ്റ്റിംഗ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് പോസ്റ്റിംഗ് വേണം. നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ എല്ലാം ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഫില്ല് ചെയ്താലും മതി. നിങ്ങൾക്കിപ്പോൾ ഹവൽദാറും MTSഉം ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് MTS മാത്രം മതിയെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യാം. ഹവൽദാറും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫില്ല് ചെയ്യാം. രണ്ടിനും സ്പെഷ്യൽ കട്ട് ഓഫ് ആണ്. അപ്പോൾ കുറവ് കട്ട് ഓഫ് ഹവൽദാറിനായിരിക്കും, കുറച്ചും കൂടി കൂടുതൽ കട്ട് ഓഫ് MTSനായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫ് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് MTS മാത്രം മതിയെങ്കിൽ നിങ്ങൾ MTS മാത്രം പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഹവൽദാറും വേണമെങ്കിൽ നിങ്ങൾക്ക് ഹവൽദാറും പ്രിഫറൻസ് കൊടുക്കാം. മൊത്തം നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രിഫറൻസ് കൊടുക്കാം. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്, നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കോർണറിൽ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് പറഞ്ഞു വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ പ്രിഫറൻസ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ലിമിറ്റഡ് പ്രിഫറൻസ് മതി. നിങ്ങൾക്ക് MTS മാത്രം മതിയെങ്കിൽ ബാക്കി കോളംസ്, സ്ക്വയർ കോളംസ് എല്ലാം വേക്കൻ്റ് ആയിരിക്കും. അപ്പോൾ വേക്കൻറ്റ് കോളംസ് എല്ലാം എക്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഫില്ല് ചെയ്തേക്കുക. അതിനുശേഷം മാത്രം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദിസ് നിങ്ങൾക്ക് ഈ പറയുന്നത് സേവ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു തരാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഒരു സോളിഡ് കളർ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ റിഫ്ലക്ഷൻ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ അല്ലെങ്കിൽ റിജക്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സോളിഡ് കളർ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലൈറ്റ് സോളിഡ് കളറാണ് ബെറ്റർ. നിങ്ങൾ ലൈറ്റ് സോളിഡ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക. ആൻഡ് പലർക്കും ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ MTS അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് റിജക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ആൻഡ് ഇത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒന്നുകിൽ കുറച്ച് ദൂരെയായിട്ട് പിടിച്ച് സെൽഫി എടുക്കുന്ന രീതിയിൽ കുറച്ച് ദൂരെയായിട്ട് ഫ്രണ്ട് ക്യാമറ സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളുടെ സഹായത്തിൽ നിങ്ങളുടെ ആഫ്റ്റർ ദ ചെസ്റ്റ് പോർഷൻ ഇത്രയും ഭാഗത്തിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതല്ലെങ്കിൽ കുറച്ച് ദൂരെ പിടിച്ച് നിങ്ങൾ ഫോട്ടോ എടുത്താൽ മതി, അത് നിങ്ങൾക്ക് അപ്ലോഡ് ആകുന്നതായിരിക്കും. ഒരു കറക്റ്റ് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്.
ആൻഡ് അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ചർ ലൈവ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ട് താഴെ QR കോഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ പോകുമ്പോൾ മൈ SSC ആപ്പിലേക്ക് പോകും. അതിൽ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് 2 രീതിയിൽ ഫോട്ടോ അങ്ങനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ക്ലിയർ ഫോട്ടോ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോട്ടോ ചിലപ്പോൾ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് റെസൊല്യൂഷൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, കാരണം റെസൊല്യൂഷൻ എല്ലാം ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് വന്നോളും. ആൻഡ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ CHSL പോലും സിഗ്നേച്ചർ ഒക്കെ അല്ലാത്തത് കൊണ്ട് റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള, ഒട്ടും വേഗ് അല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾ സിഗ്നേച്ചർ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ആൻഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അലൗഡ് ഇമേജ് സൈസ് 10 KB to 20 KB എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 KB മുതൽ 20 KB വരെ ഉള്ളതാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. റെസൊല്യൂഷൻ നിങ്ങൾ എടുക്കുന്ന, ഇനി അഥവാ നിങ്ങൾ എടുക്കുന്ന ഒരു സിഗ്നേച്ചറിന് അങ്ങനെയുള്ള ഒരു റെസൊല്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്രസ് ചെയ്ത് എന്ത് ചെയ്യുക, 10 to 20 KB ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഈ അപ്ലോഡ് സിഗ്നേച്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അതിൽ നിങ്ങൾ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ ആ പറയുന്ന 10 to 20 KB റെസൊല്യൂഷനിലുള്ള സിഗ്നേച്ചർ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാവുന്നതാണ്, സേവ് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അതിന് മുൻപായിട്ട് MTSൻ്റെ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കായിട്ട് ദിശ അക്കാഡമി പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് ആപ്ലിക്കേഷനിൽ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആക്കുന്നുണ്ട്. ജസ്റ്റ് 2999 ആണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് സ്ട്രാറ്റജിയിലുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബെസ്റ്റ് ഫാക്കൽറ്റീസ്, നിങ്ങളെപ്പോലെ തന്നെ ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ ഒത്തിരി സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് അവരുടെ ഗോളിലേക്ക് എത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് അവിടെ ലഭിക്കുന്നതായിരിക്കും. ലൈവ് സെക്ഷൻസും റെക്കോർഡ് സെക്ഷൻസും നോട്ട്സും PDF നോട്ട്സും തുടങ്ങിയ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ സെക്ഷനിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണം, അതിൽ അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ പോയി ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്കായിട്ട് ഒരു 90 days ഫ്രീ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ യൂട്യൂബ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം ലിമിറ്റേഷൻസ് ഉണ്ട്, ടൈമിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മിനി വേർഷൻ ഓഫ് ക്ലാസ്സസ്, അതായത് നിങ്ങൾക്ക് അതെങ്കിലും പഠിച്ചിട്ട് പോകണം. അതുപോലും പഠിക്കാതെ നിങ്ങൾ എക്സാം എഴുതാൻ പോകാൻ പാടില്ല. അതെങ്കിലും മിനിമം പഠിച്ചിട്ട് പോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു സെക്ഷൻ ഓഫ് ക്ലാസ്സസ് തന്നെ, നല്ലൊരു സീരീസ് ഓഫ് ക്ലാസ്സസ് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ 90 days ഫ്രീ ബാച്ച് തുടങ്ങുന്നുണ്ട്. തണ്ടർ ബാച്ച്, MTS തണ്ടർ ബാച്ച് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ക്ലാസ്സസ് കാണാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് MTSൻ്റെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ്സസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി നമ്മുടെ ടോപ്പിക്കിൽ വരാം. നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേരെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അവർ പറയുന്ന ഡയമെൻഷനിൽ വെച്ചിട്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ നിങ്ങൾ എടുത്തതിന് ശേഷം ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോമിൽ പോയിട്ട് ഇമേജ് റീസൈസറിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സെന്റിമീറ്ററിൽ ഹൈറ്റും വിഡ്ത്തും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, കംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹൈറ്റ് 2 cm അതുപോലെ വിഡ്ത്ത് 6 cm കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കംപ്രസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഇത് രണ്ടും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ
പ്രിവ്യൂ ഫോം ആയിരിക്കും കാണുന്നത്. നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാണോ വെരിഫൈ ചെയ്യാനുള്ളത് എല്ലാം കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. നിങ്ങൾ നേരത്തെ കൊടുത്ത എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ അഡീഷണൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഇൻഫർമേഷൻ സെക്കൻഡിൽ നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ പ്രിഫറൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ നിങ്ങളുടെ മീഡിയം കറക്റ്റ് ആണോ നോക്കുക. മലയാളത്തിലൊക്കെ ഉണ്ട്, മലയാളത്തിൽ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതെല്ലാം കൊടുത്തിട്ട് കറക്റ്റ് ആണോ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പോസ്റ്റ് എവിടെയൊക്കെ വേണം എന്നുള്ളൊരു പ്രിഫറൻസ് വെക്കാനുള്ള ഇതുണ്ട്. സ്റ്റേറ്റ് ഏതൊക്കെ വേണമെന്ന് നമുക്ക് പ്രിഫറൻസ് വെക്കാൻ പറ്റും. ആ കോഡൊക്കെ കറക്റ്റ് ആണോ നോക്കുക. നിങ്ങൾ അതുപോലെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആണോ നോക്കുക. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഡിക്ലറേഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഐ എഗ്രി എന്ന് പറയുന്ന ഒരു കോളം കാണും. ആ കോളത്തിൽ നിങ്ങൾ എഗ്രി എന്ന് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, താഴെ തന്നിരിക്കുന്ന ആ ക്യാപ്ചർ, അതുപോലെ ക്യാപ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ക്യാപ്ചർ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി, കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻഡിങ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോ ടു ഡാഷ്ബോർഡ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് എല്ലാം കാണാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ടു നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് MTSന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിയുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. MTSനകത്ത് ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ വർഷം തന്നെ MTSന്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ.